സോ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര മികച്ചല്ല. നമ്മൾ അടുപ്പിച്ച് 2 കളിയൊക്കെ ജയിച്ചെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അത്ര മികച്ച പൊസിഷനൊന്നുമല്ല. ബട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ടീമുകളുടെ ലിസ്റ്റ് നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്താണ്. ഏതാണ്ട് 185 ചാൻസസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ 85 അല്ല 180 ചാൻസസാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 3-ാം സ്ഥാനത്താണ്. ഒരു പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ വരും. നമ്മൾ 2-ാം സ്ഥാനത്തായിരുന്നു ഈ ഒരു മാച്ചിന് മുമ്പ്. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെക്കാട്ടി അവർ 186 ചാൻസസ് ക്രിയേറ്റ് ചെയ്തതാണ്. എന്തായാലും 1-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. 205 ചാൻസസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക. എന്തായാലും ഈ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. 1-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 205 ചാൻസസ് ക്രിയേറ്റഡ്, മോഹൻ ബഗാൻ 186, കേരള ബ്ലാസ്റ്റേഴ്സ് 180, ചെന്നൈയിൻ FC 173, മുംബൈ സിറ്റി FC 162 എന്നിങ്ങനെയാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. മൻപ്രീത് സക്രിയ, ഇദ്ദേഹത്തെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങളെല്ലാം അറിയേണ്ട ഒരു താരം തന്നെയാണ് അദ്ദേഹം ഓസ്ട്രിയക്കാരനായ ഒരു ഇന്ത്യൻ വംശജനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളൊന്ന് നോക്കുക. ഓസ്ട്രേലിയൻ ലീഗിലും മറ്റുള്ള ടോപ്പ് യൂറോപ്യൻ ലീഗിലുമൊക്കെ ഗോൾ അടിച്ചു കൂട്ടുകയാണ് അദ്ദേഹം എന്ന് തന്നെ പറയണം. എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ ചൈനീസ് ക്ലബ്ബായ പെൻഗിൻ സിറ്റി FC, അതായത് ഓർഹെ ഓർട്ടിസിൻ്റെ പകരക്കാരനായിട്ടാണ്. ഓർഹെ ഓർട്ടിസ് മുംബൈ സിറ്റി FCയിൽ നിന്ന് ഇപ്പോൾ മുംബൈ സിറ്റി അല്ല, ഈ പെൻഗിൻ സിറ്റി FCയിൽ നിന്ന് ചൈനീസ് സൂപ്പർ ലീഗിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിയിട്ടുണ്ട്, മുംബൈ സിറ്റി FCയിലേക്ക്. സോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കവർ ചെയ്യാൻ അവർ കൊണ്ടുവന്നിരിക്കുന്ന താരം എന്ന് പറയുന്നത് ഈ ഒരു മൻപ്രീത് സക്കറിയാണ്. അദ്ദേഹം ഒരു ടോപ്പ് ടാലൻ്റാണ്, ഭയങ്കര സ്ട്രൈക്കർ. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മാച്ചസും ഗോൾ അടിച്ച നമ്പേഴ്സും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യും. ഇതുപോലത്തെ ഒരു താരത്തെയാണ്, അതായത് ഗോൾ സ്കോർ ചെയ്യുന്ന താരത്തെയാണ് ഇന്ത്യക്ക് വേണ്ടത്. ഒരുപക്ഷെ ഒരു PAO OCA സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് താരമായിരുന്നു. ഇദ്ദേഹം മാത്രമല്ല, ബംഗളൂരു FC കളിക്കുന്ന റയാൻ വില്യംസ്, മറ്റേ യാൻ ദന്ത, നിഖിൽ കുമാർ മാർക്കൻഡേ എന്ന് പറയുന്ന ഒരു താരമുണ്ട്. അദ്ദേഹം ഒരു ടോട്ടനാം ഹോട്ട്സ്പറിന് വേണ്ടി കളിച്ച് യൂത്ത് ടീമിലും അല്ലാതെ കളിച്ചിട്ടുള്ള താരമാണ്. സോ അത്രയും ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. OCI PAO കാർഡ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കളിക്കാനേ, പക്ഷേ അത് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നമുക്ക് വേണ്ടൊരു സംഭവമാണ്. എന്തായാലും ഈ ഒരു കാര്യം പറയാനെന്ന് വന്നത് ഓർഹെ ഓർട്ടിസിൻ്റെ പകരക്കാരനായിട്ട് പെൻഗിൻ സിറ്റി FC ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് മൻപ്രീത് സക്കറിയാണ്. എന്തായാലും അദ്ദേഹത്തിന് ചൈനീസ് സൂപ്പർ ലീഗിൽ പോകാമെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരായിരുന്നു ഇതിനെക്കാട്ടി നല്ലത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രൈസൺ ഫെർണാണ്ടസുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ബ്രൈസൺ ഫെർണാണ്ടസ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന ഇന്ത്യൻ താരമായിട്ട് FC ഗോവയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്ന ഇന്ത്യൻ താരം എന്നൊരു പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ബ്രൈസൺ ഫെർണാണ്ടസ്. എന്തായാലും 6 ഗോളുകളാണ് 2024-25 സീസണിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ എന്താ പറയുക ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ FC ഗോവയ്ക്ക് നേടുന്ന ഇന്ത്യൻ താരം. എന്തായാലും ഇതിൽ 2-ാമത് നിൽക്കുന്നത് ജാക്കി ചാൻ സിംഗ് ആണ്. 2019-20 സീസണിൽ അദ്ദേഹം 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് സെംബോയ് ഹൗക്കിപ്പാണ്. 2015 സീസണിൽ 4 ഗോളുകൾ. ബാക്കിയുള്ളവരെല്ലാം 3-ാം സ്ഥാനത്ത് തന്നെയാണ്. ഇഷാൻ പണ്ഡിത് 2020-21 സീസണിൽ 4 ഗോളുകൾ. ജാക്കി ചാൻ സിംഗ് വീണ്ടും 2018-19 സീസണിൽ 4 ഗോളുകൾ. സോ അങ്ങനെയാണ് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.